ഇനി നമുക്ക് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ബിസിനസ് എത്തിക്സ് നോക്കാം. ബിസിനസ് എത്തിക്സ് നല്ലതല്ല എന്നാണ് നമ്മളിനി പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിലൊന്നാമത്തെ കാര്യമാണ് പറയുന്നത്, ഇൻ എ ഫ്രീ മാർക്കറ്റ് എക്കണോമി ദ പെർസ്യൂട്ട് ഓഫ് പ്രോഫിറ്റ് വിൽ എൻഷുർ മാക്സിമം സോഷ്യൽ ബെനിഫിറ്റ്, സോ ബിസിനസ് എത്തിക്സ് ഈസ് നോട്ട് നീഡഡ്. അല്ലേ, ഒരു സ്വതന്ത്രമായിട്ടുള്ള മാർക്കറ്റ് എക്കണോമിയിൽ, സ്വതന്ത്രമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതിയിൽ എന്താണ് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാക്സിമം സോഷ്യൽ ബെനിഫിറ്റ് എന്നാണ്, സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അത് കണക്കാക്കുന്നതെന്നാണ് ഒരു ഫ്രീ മാർക്കറ്റ് എക്കണോമി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ബിസിനസ് എത്തിക്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ്, എ മാനേജേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എംപ്ലിക്കേഷൻ ഈസ് ലോയാലിറ്റി ടു ദ കമ്പനി റിഗാർഡ്ലെസ് ഓഫ് എത്തിക്സ്. ഓർഗനൈസേഷനിലെ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷനിലെ ബിസിനസ് എത്തിക്സിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അവിടുത്തെ കമ്പനിക്കാണ് എന്ത് കൊടുക്കേണ്ടത്, കൂടുതൽ കെയറും പ്രൊട്ടക്ഷനും കൊടുക്കേണ്ടത്. അല്ലേ, അപ്പോൾ മാനേജേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന നേരം ബിസിനസ് എത്തിക്സ് അല്ല, ഓർഗനൈസേഷനല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ മാനേജേഴ്സ് പ്രവർത്തിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ, സോ ലോങ് ആസ് കമ്പനീസ് ഒബേ ദ ലോ ദേ വിൽ ഡു ഓൾ ദാറ്റ് എത്തിക്സ് റിക്വയർസ്. അല്ലേ, എത്ര കാലമാണ് കമ്പനി നിയമം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത്, അത്രയും കാലം ദ ലോ ദേ വിൽ ഡു ഓൾ ദാറ്റ് എത്തിക്സ് റിക്വയർസ്. അത്രയും കാലം എന്ത് ചെയ്യണം, ആ നിയമം പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് പോകണം, വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ആൻ എത്തിക്കൽ കമ്പനി കനോട്ട് ബി കോമ്പറ്റീവ് ആൻഡ് വയബിൾ. എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും നോക്കിക്കണ്ട്, എല്ലാ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളും നോക്കിക്കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരിക്കലും കോമ്പറ്റീവ് ആയിരിക്കില്ല. കാരണം എന്താ, നിയമത്തിൻ്റെ എല്ലാ നൂലാമാലകളും മറികടന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത്, പീപ്പിൾസ് എത്തിക്കൽ വാല്യൂസ് ആർ സെറ്റ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ഇൻ ദെയർ ഫാമിലി ആൻഡ് ലിറ്റിൽ ക്യാൻ ബി ഡൺ ആഫ്റ്റർ ദാറ്റ്. ഓരോ ആളുടെയും ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ സെറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ കുടുംബത്തിൽ നിന്നാണ്, ചെറുപ്പം മുതലേ സെറ്റ് ചെയ്തു, അതിനുശേഷം വലിയ മാറ്റങ്ങളൊന്നും അവരുടെ എത്തിക്സിൽ വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് വേറൊരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ അതിനർത്ഥം എന്താ, ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ എത്തിക്സിൽ വലിയ മാറ്റമൊന്നും വരില്ല എന്നുള്ളത്. ഇനി നെക്സ്റ്റ്, എത്തിക്സ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ്. Depending on who is making the argument, they could mean that the CEO and his team must show ethics first for the rest of the company to do it. അപ്പോൾ എത്തിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണ്ടാക്കുന്ന, ഈ ബിസിനസ് എത്തിക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ആദ്യം അത് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ടത്, അല്ലാതെ താഴെ തട്ടിലുള്ള ആൾക്കാരല്ല എന്നുള്ളതാണ് വേറൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ഇനി, ഇഫ് എത്തിക്സ് ഈസ് അപ്ലൈഡ് ടു ബിസിനസ് സ്ഫിയർ, there is a conflict between profitability and ethics. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ബിസിനസ്സിൽ എത്തിക്സ് അപ്ലൈ ചെയ്തെന്ന് ഇരിക്കട്ടെ, അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരും. എന്താ, ബിസിനസ്സിൻ്റെ ലാഭവും എത്തിക്സും തമ്മിൽ, ലാഭമാണോ വലുത്, എത്തിക്സ് ആണോ വലുത് എന്നുള്ള ഒരു പ്രശ്നം വരും. നെക്സ്റ്റ് പറയുന്നത്, ദ അപ്ലിക്കേഷൻ എത്തിക്സ് ആൻഡ് മൊറാലിറ്റി ടു എൻ്റർ ദ realms of business may cause danger of business values ultimately dominating over social values. അല്ലേ, അപ്പോൾ ഈ മൊറാലിറ്റി, ധാർമ്മികത അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ്, ധർമ്മം എന്നൊക്കെ പറയുന്നത് എന്തിലേക്ക് നയിക്കുന്ന പറയുന്നത്, സമൂഹവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളിലേക്ക് ചെന്ന് കയറുമ്പോൾ അത് വലിയ തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞത്, ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എന്താ, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിൽ നമുക്കിപ്പോൾ എല്ലാ ധർമ്മവും അനുസരിച്ച് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ കോമ്പറ്റീറ്റീവ് മത്സര ബുദ്ധിനെ ബാധിക്കും. അതായത് നമുക്ക് നല്ല രീതിയിൽ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ നിയമങ്ങളും എല്ലാ ധാർമ്മികതയും ഫോളോ ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ. ഇനി നെക്സ്റ്റ് പറയുന്നത്, ബിസിനസ് ഈസ് ജസ്റ്റ് എ സബ്സെറ്റ് ഓഫ് ദി സൊസൈറ്റി, ഹെൻസ് ദ മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് അപ്ലൈ ടു സൊസൈറ്റി ഓൾസോ അപ്ലൈ ടു ദ ബിസിനസ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ എത്തിക്സാണ്, സമൂഹത്തിൻ്റെ എത്തിക്സാണ് ബിസിനസ്സിൻ്റെ എത്തിക്സ്. അപ്പോൾ ബിസിനസ്സിന് പ്രത്യേകിച്ച് ഒരു എത്തിക്സും സമൂഹത്തിന് വേറൊരു എത്തിക്സും ഇല്ല എന്നുള്ളതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത്, legitimacy is another argument. Legitimacy means what is legally okay is also morally okay. According to ethics is considered as identical law. അതായത് നിയമപരമായിട്ട് ശരിയായ എല്ലാ കാര്യങ്ങളും ധാർമ്മികപരമായിട്ടും ശരിയാണെന്നാണ് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പല കോടതി വിധികളും നമ്മൾ പലരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ നിയമം പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകൂല എന്നുള്ളതാണ് വേറൊരു ഡീമെറിറ്റായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെയാണ് എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്? ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ഫോളോ ദ ബിസിനസ് റൂൾസ് ഹോണസ്റ്റ്ലി. സത്യസന്ധമായിട്ട് ബിസിനസ്സിൻ്റെ നിയമം ഫോളോ ചെയ്യുക, പിന്തുടരുക എന്നുള്ളത് ഒരു എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബിസിനസ് ഇൻകം എമംഗ് വേരിയസ് ഗ്രൂപ്പ്സ്. ബിസിനസ്സിന് കിട്ടുന്ന ലാഭം കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ബിസിനസ് എത്തിക്സ് ആണ്. മൂന്നാമത്തെ, ഹ്യൂമൻ ബിഹേവിയർ വിത്ത് വർക്കേഴ്സ് ആൻഡ് സെക്യൂരിറ്റി. തൊഴിലാളികൾക്ക് നേരെ ശരിയായ രീതിയിലുള്ള പെരുമാറ്റം പ്രകടിപ്പിക്കുക എന്നുള്ളത് വേറൊരു തരത്തിലുള്ള എത്തിക്സാണ്, ബിസിനസ് എത്തിക്സാണ്. അവോയ്ഡ് അൺഫെയർ കോമ്പറ്റീഷൻസ്. നല്ല രീതിയിലുള്ള മത്സരം ശരിയാണ്, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള മത്സരം നല്ലതാണ്, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ പാടില്ല, അത് അൺഎത്തിക്കലാണെന്നാണ് പറയുന്നത്. ഫോളോ ജനറൽ ബിസിനസ് ട്രഡീഷൻ, അല്ലേ? പരമ്പരാഗതമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരു മാർഗ്ഗമുണ്ട്, അല്ലേ, എത്തിക്കലായിട്ടുള്ളത്. അത് തന്നെ ഫോളോ ചെയ്യുന്നത് ഒരു എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസാണ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. ഫോളോ ഫെയർ പ്രൈസ് പോളിസി. ഒരു ഉൽപ്പന്നത്തിന് ശരിയായ രീതിയിൽ, അതായത് കറക്റ്റ് പ്രൈസിങ് ചെയ്യുക എന്നുള്ളത് ഒരു എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസാണ്, എത്തിക്കൽ സ്റ്റാൻഡേർഡാണ്. ടു മേക്ക് ഓൾ ബിസിനസ് ആക്ടിവിറ്റി വെൽഫെയർ ഓറിയൻറ്റഡ്. എല്ലാ ബിസിനസ്സും ക്ഷേമം മുൻനിർത്തി ചെയ്യിപ്പിക്കുന്നത് ഒരു എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസാണ്. ഫെയർ സെലക്ഷൻസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലുക്കിംഗ് ഇൻ ടു ദ പേഴ്സണൽ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയീസ്. നമ്മുടെ തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ എത്തുകയും ശരിയായ രീതിയിൽ അവരെ കാണുകയും ചെയ്യുന്നത് എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസാണ്. സർവീസ് ഫസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് നെക്സ്റ്റ്. സേവനത്തിനാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും കൊടുക്കേണ്ടത്, പ്രോഫിറ്റിനാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതൊരു എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസാണ്, സ്റ്റാൻഡേർഡാണ്. നെക്സ്റ്റ്, സാറ്റിസ്ഫാക്ഷൻസ് ടു കസ്റ്റമേഴ്സ്. നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. അതൊരു എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. വെൽ ബീയിങ് ഓഫ് ദി കമ്മ്യൂണിറ്റി. നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ അത് നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഒരു എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ലേബർ. നമ്മുടെ ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് അവരുടെ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ബഹുമാനം കൊടുക്കേണ്ടത് ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡാണ്. ബിസിനസ് മസ്റ്റ് ജസ്റ്റ് ഹ്യൂമെയിൻ, എഫിഷ്യൻ്റ് ആൻഡ് ഡൈനാമിക്, അല്ലേ? ബിസിനസ് തീർത്തും ഒന്നുമല്ല. അവിടെ എന്തിനാണ് പ്രാധാന്യം? നമ്മുടെ ഹ്യൂമൻസിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഡൈനാമിക് എന്നാണ് പറയുന്നത്. ഇനി സോഷ്യൽ റൂൾ ഓഫ് ബിസിനസ്. സാമൂഹ്യപരമായിട്ടുള്ള നിയമങ്ങളുണ്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിന്, അതും ഒരു എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഡു നോട്ട് ചീറ്റ് ഓർ ഡിസീവ് ദ കസ്റ്റമർ. ഒരിക്കലും നമ്മുടെ ഉപഭോക്താക്കളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡാണ്. ഡു നോട്ട് ഡിസ്ട്രോയ് ഓർ ഡിസ്ട്രോട്ട് കോമ്പറ്റീഷൻ. നമ്മുടെ മത്സരാർത്ഥികളെ, ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ കോൾഗേറ്റ് ആകുമ്പോൾ ക്ലോസപ്പ് ഉണ്ടാകും. അപ്പോൾ കോൾഗേറ്റ് ചതിയിലൂടെ ക്ലോസപ്പിനെ അല്ലെങ്കിൽ കോൾഗേറ്റിനെ ചതിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അതുപോലെ എക്സ് എന്നുള്ളൊരു കമ്പനി വൈ എന്നുള്ള സെയിം കമ്പനി വേറൊരു കമ്പനീനെ ചതിച്ചിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്ന്. ഡു നോട്ട് ടാനിഷ് ദ ഇമേജ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ബൈ അൺഫെയർ പ്രാക്ടീസസ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്, നമ്മുടെ മത്സരാർത്ഥികളെ തെറ്റായ രീതിയിൽ ചളിവാരി തേക്കാൻ, അവരുടെ നല്ല മുഖത്തിന്, അതായത് നല്ല സൽപ്പേരിന് ചളിവാരി തേക്കാൻ ശ്രമിക്കരുത്. സിൻസിയറിറ്റി ആൻഡ് ആക്യുറസി ഇൻ അഡ്വർടൈസിങ്, ലേബലിംഗ് ആൻഡ് പാക്കേജിങ്. ശരിയായ രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ കൃത്യതയാർന്നിട്ട് പരസ്യങ്ങളും ലേബലിങ്ങും പാക്കേജിങ്ങും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നോ ഹോർഡിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, നോ പ്രൊഫിറ്റീറിങ്. അതായത് പൂഴ്ത്തി വെപ്പോ കരിഞ്ചന്തയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ലാഭമൊന്നും ഉണ്ടാക്കരുത്. ഡ്യൂ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ആൻഡ് ഡിസ്ചാർജിങ് അതർ ഒബ്ലിഗേഷൻ പ്രോംപ്റ്റ്ലി. നിയമപരമായിട്ടുള്ള എല്ലാ നികുതികളും കൃത്യമായിട്ടുള്ള നിയമാവലികളും അനുസരിച്ച് ബിസിനസ് ചെയ്യണം. നോ ഫോർമേഷൻ ഓഫ് കാർട്ടൽ എഗ്രിമെൻറ്റ്സ് ടു കൺട്രോൾ പ്രൊഡക്ഷൻ, പ്രൈസ് എക്സെട്ര കോമൺ ഡിസഡ്വാൻറ്റേജ്. അതായത് എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഒരു സാധനത്തിന് വില അമിതമായിട്ട് കയറ്റാനോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സംവിധാനത്തിനെ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൈസിംഗ് ഒന്നും പാടില്ല. മേക്കിംഗ് ജെന്യുവിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് അവൈലബിൾ ടു ഓൾ ഓതറൈസ്ഡ് പേഴ്സൺസ് ആൻഡ് വെൻ നീഡഡ് ബൈ ദം. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ബുക്കുകൾ, ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സൊക്കെ കൃത്യമായ രീതിയിൽ
മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് കൃത്യമായ സമയത്ത് കൊടുക്കണം. ഫെയർ വേജസ് ആൻഡ് ഫെയർ ട്രീറ്റ്മെൻറ്റ് ടു എംപ്ലോയീസ്. ജോലിക്കാർക്ക് കൃത്യമായ ശമ്പളം കൃത്യമായ സമയത്ത് കൊടുക്കണം. നോ കിക്ക് ബാക്സ് ഓർ പേ ഓഫ് ടു എനിബഡി. ആർക്കും കൈക്കൂലി കൊടുക്കാനോ പൈസ കൊടുക്കാതിരിക്കാനൊന്നും പാടില്ല. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സാണ്.